അതെ, കാതർ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ വർക്കിന്റെ കേസ് ചോദിച്ചേ. ആരുടെ ഫാദർ? ഫാദറോ? ഓ, ആരുടെ ഫാദർ അല്ല, കാതർ. ഈയിടെയായിട്ട് നല്ല കേൾവിക്കുറവുണ്ട്. ഒന്നും കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനത് ആക്ച്വലി നിന്നോട് ചോദിക്കാനിരിക്കായിരുന്നു, പക്ഷെ എവിടെ കൊണ്ട് കാണിക്കും? അപ്പൊ ഈ പ്രശ്നം ഉള്ളതല്ലേ. എങ്കിലേ നിങ്ങൾക്ക് പറ്റിയൊരു സൊല്യൂഷൻ പറയട്ടെ. ശ്രവണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ 30 വർഷത്തിലേറെയായി ഏറ്റവും മികച്ച കേൾവി പരിശോധന പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ശ്രവണ. നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോയാലോ? ഓക്കെ, പോയല്ലോ. ഹായ് ജിസ, ഞാനിപ്പം ജിസയുടെ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ചെയ്തിരുന്നു. നമ്മുടെ ചെവിയുടെ ഔട്ടർ ഇയർ തൊട്ട് ഇന്നർ ഇയർ വരെ പല പോർഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ ടെസ്റ്റ് ഉപയോഗിച്ച് എല്ലാ പോർഷൻസുമാണ് നമ്മളിപ്പം ചെയ്തത്. അപ്പം ജിസ വന്നത് ചെവിയുടെ അടപ്പും ചെവിക്കകത്ത് മൂളിച്ചും ഉണ്ടെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ യുവർ റിസൾട്ട് ഷോസ് എവറിത്തിങ് ഇസ് നോർമൽ. നമ്മൾ ഫസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഔട്ടർ ഇയറിൻ്റെ അകത്ത് എന്തെങ്കിലും വാക്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കി. സോ വാക്സോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഡേർട്ട് ഉണ്ട്, വിച്ച് ഐ വിൽ റെക്കമെൻഡ് യു ടു എനി ENT ഡോക്ടർ. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് വാക്സ് ക്ലിയർ ചെയ്യാം. അതർ ദാൻ ഒരു ഇഷ്യൂസും ഇല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസിയിൽ, അത് ബാക്കി എല്ലാ ഫ്രീക്വൻസി നോർമലാണ്. നമ്മൾ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത്. ഓരോ ഫ്രീക്വൻസി ചെയ്തപ്പോൾ കൈ റേസ് ചെയ്താലും ആ ബട്ടൺ പ്രസ് ചെയ്തത്, അതായത് 4 kHz മാത്രം ചെറിയൊരു ഡിപ്പ് കാണിക്കുന്നുണ്ട്. വിച്ച് മീൻ ടു സേ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്, ഇപ്പോൾ ഹെഡ്ഫോൺസ് ആണെങ്കിലും നമ്മൾ കുറച്ച് കൂടുതൽ ടൈം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ഇൻഡിക്കേഷനാണ് സേയിങ് ദാറ്റ് നിങ്ങളുടെ ടൈം ഓഫ് യൂസേജ് കുറച്ച് കൂടുതലാണ്. മേക്ക് ഷുവർ ദാറ്റ് ഒരു 60 minutes യൂസ് ചെയ്യുമ്പോൾ ഒരു 15 to 20 minutes അത് സ്റ്റോപ്പ് ചെയ്യുക. മേക്ക് ഷുവർ യു ഇൻ എ കാം സിറ്റുവേഷൻ. സൈലൻ്റ് ആയിട്ടൊരു റൂമിലാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെവി തന്നെ റിക്കവർ ചെയ്യും. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ റിക്കവർ ചെയ്യാനുള്ള സമയം ചെവിക്ക് കൊടുക്കാറില്ല. അതാണ് വിഷയം. ഒന്നും വറി ചെയ്യേണ്ട, പക്ഷേ യൂസ് ചെയ്യുന്ന ടൈം കുറയ്ക്കുക. 1 year കൂടുമ്പോൾ ജസ്റ്റ് ഈ ടെസ്റ്റുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയിം പാറ്റേൺ വീണ്ടും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി. താങ്ക് യു.